ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വിശാഖമല്ലേ, പൂവിടണ്ടേ? നമ്മളിതാ പതിവ് പോലെ കുളിച്ച് റെഡിയായി കുറിയൊക്കെ തൊട്ട് പൂവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ പൂവില്ലായിരുന്നു ഒട്ടും. അങ്ങനെ ശ്രീജുവിനെ പറഞ്ഞു വിട്ട് പൂവൊക്കെ വാങ്ങിച്ച് ഞാൻ കുറച്ച് പൂവ് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ ആൾ അത്യാവശ്യം നന്നായിട്ട് പൂവൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്നേക്കാളും താല്പര്യം ശങ്കരിക്കായിരുന്നു. കാരണം ഇത്രയും കളർഫുള്ളായിട്ടുള്ള പൂവൊക്കെ കണ്ടപ്പോൾ ആൾ എൻ്റെ കൂടെ ഓടി വന്ന് വീഡിയോ എടുക്കാനും പൂക്കളെ വിടാനും ഒക്കെ ഭയങ്കര താല്പര്യമായിരുന്നു കുട്ടിക്ക്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കണ്ട ഡിസൈനിലൊക്കെ എന്തൊക്കെയോ ഒരു അത്തക്കള ഇട്ട് വെച്ച്, പക്ഷെ ഓവറോളും ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് അടുക്കളയിൽ പ്രത്യേകിച്ച് പണിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്ന് അധികമില്ല, കുക്കിംഗ്. കാരണം വെച്ചാൽ അച്ഛനും അമ്മക്കും ഒരു പരിപാടി ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നെ രാത്രിയാണെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്ന് അത്ര കാര്യമായിട്ടൊന്നും കുക്കിംഗ് ഇല്ല. പിന്നെ ശ്രീജുവിന് ചോറ് കെട്ടണമല്ലോ, അതുകൊണ്ട് പണ്ട് അമ്മ പഠിപ്പിച്ചെന്നൊരു കറിയുണ്ട്, മുട്ട തിളപ്പിച്ചതെന്ന് പറയുന്നത്. ഇത് സിമ്പിളാണ് നമുക്ക്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ ചുമ്മാ തക്കാളിയും സവാളയൊക്കെ ഇട്ട് ഇങ്ങനെ താളിച്ചിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക. പിന്നെ ശ്രീജുവിൻ്റെ ഫേവറേറ്റ് കടലക്കറി. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ആൾ പോയിട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഒറ്റക്കാണ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ്, കാരണം എല്ലാവരും നേരത്തെയൊക്കെ കഴിച്ചായിരുന്നു. പക്ഷെ എൻ്റെ കഴിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ മെയിനുള്ള പണി പാത്രം കഴുകൽ. ഇതൊക്കെ എല്ലാം കഴുകി വെച്ച് എൻ്റെ കുഞ്ഞടുക്കള ഞാൻ വേഗം തന്നെ ക്ലീൻ ചെയ്തിട്ടോ. പിന്നെ നമുക്ക് ഓണം ആയതുകൊണ്ട് തുടക്കലൊക്കെ ഉണ്ട്, ജനൽ വാതിലൊക്കെ എല്ലാം ഒന്ന് ക്ലീനൊക്കെ ചെയ്യണമല്ലോ. പക്ഷെ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ആയത് കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങിയതൊന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ പുറത്ത് വശം, ജനലിൻ്റെയൊക്കെ പുറത്ത് വശമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ നാളെയൊക്കെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ക്ലീൻ ചെയ്യണം. പക്ഷെ ഞാനപ്പോൾ അകത്ത് എല്ലാ ജനലും വാതിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത്. ഒരു തവണ നമ്മുടെ കർക്കിടക സമയത്തൊക്കെ ചെയ്തതായിരുന്നു, പക്ഷെ പൊടി ഒരു രക്ഷയില്ല, ഇതിങ്ങനെ വിളിക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ് പൊടി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാ ജനലും വാതിലും ക്ലീൻ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ രാവിലെ ഒരു തവണ തുടച്ചതാണ് അടിച്ച്, പക്ഷേ നമ്മൾ ഈ പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും താഴെയൊക്കെ പിന്നെയും ചളിയായി. അങ്ങനെ ഞാൻ വീണ്ടും അടിച്ച് തറയൊക്കെ എല്ലാം അങ്ങനെ ക്ലീൻ ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് പൊടി അലർജി ആയത് കാരണം ഞാനിങ്ങനെ തുണിയൊക്കെ നനച്ചിട്ടാണ് എല്ലാം തുടച്ചത്. പക്ഷെ എന്നാലും ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയായി. ഇനി നമുക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും